ഏവർക്കും നാഷണൽ അക്കാദമിയിലേക്ക് സ്വാഗതം. NIOS കൊമേഴ്സിലെ ബിസിനസ് സ്റ്റഡീസിലെ 14ാമത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു മാർക്കറ്റിംഗ്. ഈ ഒരു അധ്യായത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ വിശകലനമാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് മാർക്കറ്റിംഗ്? മാർക്കറ്റിംഗ് കൺസെപ്റ്റുകൾ ഏതൊക്കെയാണ്? ട്രഡീഷണൽ മാർക്കറ്റിംഗും മോഡേൺ മാർക്കറ്റിംഗും തമ്മിലുള്ള ഡിഫറൻസ് ഏതൊക്കെയാണ്? ഇത്രയും കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു അധ്യായമാണ് ഈ ഒരു 14ാമത്തെ അധ്യായം. വാട്ട് ഡു യു മീൻ ബൈ മാർക്കറ്റിംഗ്? എന്താണ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ? മാർക്കറ്റ് ഈസ് എ പ്ലേസ് വേർ ദ ഗുഡ്സ് ആർ ബോട്ട് ആൻഡ് സെൽഡ്. അല്ലെ, സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് എന്ത് ഈ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ആരാണ്? ഉപഭോക്താക്കളാണ്. വാട്ട് യു മീൻ ബൈ കൺസ്യൂമർ? എന്താണ് കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ? സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന ആളുകളാണ് ആര്? ഉപഭോക്താക്കൾ. അല്ലെ, ഞാനും നിങ്ങളും എല്ലാവരും ഉൾപ്പെടെ ആരാണ്? ഉപഭോക്താക്കളാണ്. ഈ ഒരു ഉപഭോക്തൃ ആശയം നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോൺസെപ്റ്റുകളിലൂടെ പഠിക്കാം. മാർക്കറ്റിന് നമുക്ക് എന്ത് ചെയ്യാം? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ട്രഡീഷണൽ കൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ്, മോഡേൺ കൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ്. ട്രഡീഷണൽ കൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ് ഫോക്കസ് ചെയ്യുന്നത് ഏതാണ്? ഉൽപ്പന്നങ്ങൾക്കാണ്. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ത്രൂ സെല്ലിംഗ്, അതായത് നിലവിലുള്ള ഉൽപ്പന്നങ്ങള് വിൽപ്പനയിലൂടെ അത് വിറ്റഴിച്ച് അതിലൂടെ ലാഭം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ഒരു ട്രഡീഷണൽ മാർക്കറ്റിംഗ്, പരമ്പരാഗതമായിട്ടുള്ള മാർക്കറ്റിംഗ്. അല്ലെ, നമുക്കറിയാം പണ്ടത്തെ ആളുകളൊക്കെ എങ്ങനെയാണ്? സാധനങ്ങൾ കൊണ്ടുവരിക, വിൽക്കുക, അല്ലെ? അവിടെ മറിച്ച് വേറൊരു അന്വേഷണം അവിടെ ഇല്ല. എന്നാൽ മോഡേൺ കൺസെപ്റ്റ് പ്രകാരം എങ്ങനെയാണ്? മാക്സിമൈസേഷൻ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ത്രൂ ഏതാണ്? കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ്. ഉപഭോക്താക്കളുടെ കൺസ്യൂമർ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഐഡന്റിഫൈ ചെയ്ത് അതിനനുസരിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ ലഭ്യമാക്കി അതിലൂടെ ലാഭം കണ്ടെത്തുക എന്നുള്ളതിന് പ്രാധാന്യം നൽകുന്നതാണ് ഈ ഒരു മോഡേൺ കൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ നൽകി കസ്റ്റമേഴ്സിന്റെ നീഡ്സും വാണ്ട്സും ഐഡന്റിഫൈ ചെയ്ത് അതിന് പ്രാധാന്യം നൽകി അതിലൂടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നതാണ് ഈ ഒരു മോഡേൺ കൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ പരീക്ഷകളിൽ ആവർത്തിച്ചു വന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്. മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 5. മാർക്കറ്റിംഗ് ആശയങ്ങളെ നമുക്ക് പ്രധാനമായിട്ടും 5ആയി തരംതിരിക്കാം. ഏതൊക്കെയാണ്? പ്രൊഡക്ഷൻ കോൺസെപ്റ്റ്, പ്രൊഡക്റ്റ് കോൺസെപ്റ്റ്, സെല്ലിംഗ് കോൺസെപ്റ്റ്, മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് ആൻഡ് സൊസൈറ്റൽ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്. എന്താണ് ഈ പ്രൊഡക്ഷൻ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ? ധാരാളം ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട്, അതായത് വലിയ തോതിൽ അളവിൽ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ലാഭം കണ്ടെത്തുക എന്നുള്ളതാണ് ഏതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഈ ഒരു പ്രൊഡക്ഷൻ കൺസെപ്റ്റിൽ എന്ത് ചെയ്യുന്നത്? അർത്ഥമാക്കുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ത്രൂ മാസ് പ്രൊഡക്ഷൻ. വലിയ തോതിൽ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അതിലൂടെ ലാഭം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ഒരു പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് സെല്ലിംഗ് കോൺസെപ്റ്റ്. എന്താണ് ഈ ഒരു സെല്ലിംഗ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ? നിലവിലുള്ള ഉൽപ്പന്നങ്ങൾക്ക് വിൽപ്പനാനന്തര നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ട് അതിലൂടെ ലാഭം കണ്ടെത്തുക, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ത്രൂ സെല്ലിംഗ് ആക്ടിവിറ്റീസ്. വിൽപ്പനയിലൂടെ ലാഭം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ഒരു സെല്ലിംഗ് കോൺസെപ്റ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ പ്രൊഡക്റ്റ് കൺസെപ്റ്റ് ആണെങ്കിലോ? പ്രൊഡക്റ്റ് കോൺസെപ്റ്റിൽ ടു പ്രൊവൈഡ് ക്വാളിറ്റി പ്രൊഡക്റ്റ്, ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ നൽകിക്കൊണ്ട് അതിലൂടെ ലാഭം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ഒരു പ്രൊഡക്റ്റ് കോൺസെപ്റ്റിലൂടെ അർത്ഥമാക്കുന്നത്. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ത്രൂ ക്വാളിറ്റി പ്രൊഡക്റ്റ്. എന്നാൽ മാർക്കറ്റിംഗ് കൺസെപ്റ്റ് ആണെങ്കിലോ? ടു ഐഡന്റിഫൈ കസ്റ്റമേഴ്സ് നീഡ്സ് ആൻഡ് വാണ്ട്സ്. ആദ്യം തന്നെ മാർക്കറ്റിൽ ഒരു വിശകലനം നടത്തുകയാണ്. ഏതൊക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഉപഭോക്താക്കളുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, അവരുടെ ഇഷ്ടാനുസരണങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, ഇവയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഉപഭോക്തൃ സംതൃപ്തിയിലൂടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് കൊണ്ട് എന്ത് ചെയ്യുന്നത്? അർത്ഥമാക്കുന്നത്. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ത്രൂ കസ്റ്റമേഴ്സ് സാറ്റിസ്ഫാക്ഷൻ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് സൊസൈറ്റൽ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്. എന്താണ് ഈ ഒരു ആശയം വ്യക്തമാക്കുന്നത്? തീർച്ചയായിട്ടും എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും എന്താണ്? സമൂഹത്തിന്റെ ഭാഗമാണ്. അവരുടെ ബിസിനസ് ഓർഗനൈസേഷൻ ഈസ് എ പാർട്ട് ഓഫ് സൊസൈറ്റി. തീർച്ചയായിട്ടും അപ്പൊ എന്ത് ചെയ്യണം? നമ്മുടെ ഈ സൊസൈറ്റിയിൽ സോഷ്യൽ വെൽഫെയർ, സാമൂഹ്യ ക്ഷേമത്തിന് പ്രാധാന്യം നൽകി
ഉപഭോക്തൃ സംതൃപ്തിയിലൂടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു മാർക്കറ്റിംഗ്, സൊസൈറ്റൽ മാർക്കറ്റിംഗ് കൺസെപ്റ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. സമൂഹത്തിൽ നിലനിന്ന് പോകുന്നതാണ് ഏതൊരു സ്ഥാപനത്തിന്റെയും ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ അത്തരത്തിൽ സാമൂഹ്യ ക്ഷേമങ്ങൾക്ക് ഉള്ള പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം, ഉപഭോക്തൃ സംതൃപ്തിയിലൂടെയും പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ത്രൂ കസ്റ്റമേഴ്സ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് സോഷ്യൽ വെൽഫെയർ, ഇവയെല്ലാമാണ് പ്രധാനപ്പെട്ട മാർക്കറ്റിംഗ് കോൺസെപ്റ്റുകൾ. ഇതുപോലെ ആവർത്തിച്ചു വരുന്ന ഒരു പിടി ചോദ്യങ്ങളുമായിട്ട് നാഷണൽ അക്കാദമിയിലെ ഓരോ ക്ലാസ്സുകളും നിങ്ങൾക്കായി ലഭ്യമാണ്. വേഗം ജോയിൻ ചെയ്തോളൂ നാഷണൽ അക്കാദമിയിലേക്ക്. താങ്ക്